ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ആത്മസംയമയോഗം. ശ്ലോകം 39 മുതൽ. ഏതം മേ സംശയം കൃഷ്ണ ചേതും അർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യ ചേതാനഹുപപദ്യതേ. അർജുനൻ പറയുന്നു, കൃഷ്ണ, എൻ്റെ ഈ സംശയത്തെ നിശേഷം അങ്ങാണ് നശിപ്പിക്കേണ്ടത്. ഈ സംശയത്തെ ഇല്ലാതാക്കുവാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ നൈവേഹ നാമിത്രം വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത്കശ്ചിൻ ദുർഗതിം താത ഗച്ഛതി. അർജുന, ആ യോഗഭ്രഷ്ടന് ഇഹത്തിലാവട്ടെ പരത്തിലാവട്ടെ നാശമില്ല. ശുഭകർമ്മം അനുഷ്ഠിക്കുന്ന ഏതൊരാളും ദുർഗതിയെ പ്രാപിക്കുകയില്ല. പ്രാപ്യ പുണ്യകൃതാലോകാനുഷിത്വാ ശശ്വതി സമാഹം ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോപി ജായതേ. പുണ്യവാന്മാർക്കായുള്ള ലോകത്തെ പ്രാപിച്ച് അവിടെ അനവധി കാലം വസിച്ച് ആ യോഗഭ്രഷ്ടൻ വിശുദ്ധാത്മാക്കളായ ധനികന്മാരുടെ ഗൃഹത്തിൽ ജനിക്കുന്നു. അഥവാ യോഗേനാമേവാ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയേതീദൃശം. അഥവാ യോഗഭ്രഷ്ടൻ ധീമാന്മാരായ യോഗികളുടെ കുലത്തിൽ ജനിക്കുന്നു. ഇത്തരം ജന്മം ലോകത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ളതാണ്. തത്ര തം ബുദ്ധി സംയോഗം ലഭത്തെ പൗരദേഹികം യതതേ ചതതോ ഭൂയഃ സംസിദ്ധോ കുരുനന്ദനം. അർജുന, അങ്ങനെ ജന്മമെടുത്തതിൽ പിന്നെ പൂർവ്വജന്മത്തിലുണ്ടായ ജ്ഞാനത്തെ തന്നെ തുടരുന്നു. പിന്നീട് വീണ്ടും സിദ്ധിക്കായി അവൻ യത്നിക്കുന്നു. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹവിശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. അവൻ പരാധീനനാണെന്നിരുന്നാൽ കൂടിയും പൂർവ്വജന്മത്തിലെ അഭ്യാസത്താൽ വശീകൃതനായിത്തീരുന്നു. അവൻ യോഗത്തെ ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മരിച്ചിരുന്നതെങ്കിൽ ശബ്ദബ്രഹ്മമായ വേദത്തിലെ വിധികളെ പിന്തള്ളിവിടുന്നു. പ്രയത്നാദ്യതമാനസ്ഥ യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധസ്തൂയാതി പരാം ഗതിം. ദൃഢവും സ്ഥിരവുമായ പ്രയത്നം കൊണ്ട് പാപമെല്ലാം കഴുകിക്കളഞ്ഞ യോഗി പല ജന്മങ്ങളിലുണ്ടായ സിദ്ധിയാൽ മുക്തിയെ പ്രാപിക്കുന്നു. തപസ്സഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോഭിമതോധികാഹം കർമ്മിഭ്യശ്ചധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. യോഗി തപസ്സികളെക്കാൾ വിശിഷ്ടനാണ്, ജ്ഞാനികളെക്കാളും വിശിഷ്ടൻ തന്നെ. യോഗി കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അല്ലയോ അർജുന, നീ ഒരു യോഗിയായി തീർന്നാലും. യോഗിനാമപി സർവേഷാം മദ്യതേന അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേയുക്തതമോ മതഃ. എന്നിൽ തന്നെ ആന്തരാത്മാവോടുകൂടി ശ്രദ്ധാപൂർവം എന്നെ ഭജിക്കുന്നവൻ എല്ലാ യോഗികളിലും വെച്ച് യോഗി ശ്രേഷ്ഠനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആത്മസംയമ യോഗം എന്ന 6-ാം അധ്യായം സമാപ്തം.